കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൗജന്യ ചികിത്സ മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെന്നും ആവശ്യ മരുന്നുകൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കാരുണ്യ ഫാർമസി വഴി നൽകുന്നുണ്ടെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ അറിയിച്ചു. മന്ത്രി വീണ ജോർജ് പ്രത്യേകം താൽപര്യമെടുത്താണ് ആവശ്യമരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി ലഭ്യമാക്കിയത്. ഡയാലിസിസിനു വേണ്ടിയുള്ള ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ശനിയാഴ്ചയോടെ ആശുപത്രിയിൽ എത്തിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിവെച്ച വിതരണക്കാരുടെ നടപടിയിൽ ആരോഗ്യവകുപ്പ് ഇടപെട്ടു. വിഷയത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സൗജന്യ ചികിത്സകൾ ഇതുവരെ മുടങ്ങിയിട്ടില്ല. അത് തുടരുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് അറിയിച്ചു. ഈ മരുന്നുകളുടെ ഇത് നമ്മുടെ സൗജന്യമായിട്ട് കൊടുക്കുന്ന മരുന്നുകളുടെ ഭാഗമായി KMCL വഴിയുള്ള സപ്ലൈ അല്ല, ഇത് സ്കീമിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലുള്ള അവശ്യ മരുന്നുകൾ ഒരു 150 മരുന്നുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് മിനിസ്റ്റർ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് കൂടി അത് കാരുണ്യ വഴി KMCL കാരുണ്യ വഴി ലഭ്യമാക്കാനുള്ള ഒരു നടപടി മാഡത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. അതേസമയം വൃക്ക രോഗികൾ, ക്യാൻസർ രോഗികൾ തുടങ്ങിയവർക്കായുള്ള അവശ്യ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 150 അവശ്യ മരുന്നുകൾ അടിയന്തരമായി കാരുണ്യ വഴി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിതരണം ചെയ്യും. കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നടക്കം മികച്ച ചികിത്സയ്ക്കായി ജനങ്ങൾ എത്തിച്ചേരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്രയേറെ വിദഗ്ധ ചികിത്സയാണ് ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നവരുടെ ബാഹുല്യം കാരണം ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി പരമാവധി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അത് നമ്മളവിടെ DMEയിൽ അവതരിപ്പിച്ച് കാര്യങ്ങൾ മിനിസ്റ്ററോട് സംസാരിച്ച് ചെയ്യുന്നതായിരിക്കും. മരുന്ന് വിതരണക്കാർക്ക് കൊടുത്തു തീർക്കാനുള്ള തുക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുന്നതിനെക്കുറിച്ചും ആരോഗ്യവകുപ്പ് വിളിച്ചു ചേർക്കുന്ന വകുപ്പ് മേധാവികളുടെ ചർച്ചയിൽ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.